നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾക്കിടെ ഇസ്രായേൽ, എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് മാസങ്ങൾ നീണ്ട വൻ സൈബർ ചാരപ്രവർത്തനം നടന്നതായി റിപ്പോർട്ട്. പ്രമുഖ ആഗോള സൈബർ സുരക്ഷാ ഏജൻസിയായ പാലോ ആൾട്ടോ നെറ്റ്വർക്ക്സിന്റെ ഗവേഷണ വിഭാഗമായ യൂണിറ്റ് 42 ആണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാൻ സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖ സൈബർ ചാര സംഘടനയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ക്രീനിംഗ് സർപ്പൻസ് എന്നറിയപ്പെടുന്ന ഈ ഗ്രൂപ്പ് UNC 1549, സ്മോക്ക് സാൻഡ്സ്റ്റോം, ഇറാനിയൻ ഡ്രീം ജോബ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇറാൻ അനുകൂല അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെഡ് ഗ്രൂപ്പാണിതെന്നാണ് യൂണിറ്റ് 42 വ്യക്തമാക്കുന്നത്. രഹസ്യമായി ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറി ദീർഘകാലം ഒളിഞ്ഞിരുന്ന രഹസ്യ വിവരങ്ങൾ ചോർത്തുന്ന സൈബർ ആക്രമണങ്ങളെയാണ് അഡ്വാൻസ്ഡ് പെർസിസ്റ്റൻസ് ത്രെഡ് അഥവാ APT എന്ന് വിളിക്കുന്നത്. ഈ സംഘം US, ഇസ്രായേൽ, UAE എന്നീ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളെയും കൂടാതെ മറ്റ് 2 പശ്ചിമേഷ്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടിരുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. എണ്ണ, വാതക, വ്യോമയാന കമ്പനികളിലെ കമ്പനി നെറ്റ്വർക്കുകളിൽ കൂടുതൽ ആക്സസ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 2026 ഫെബ്രുവരി പകുതി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നടന്ന സൈബർ ആക്രമണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു യൂണിറ്റ് 42 അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനിടയിൽ 2026 ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിൽ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത 6 പുതിയ റിമോട്ട് ആക്സസ് ട്രോജൻ ഗവേഷകർ കണ്ടെത്തി. ഉപയോക്താവ് അറിയാതെ അവരുടെ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഹാക്കർമാർ ഉപയോഗിക്കുന്ന ഒരുതരം മാൽവെയർ ആണ് റിമോട്ട് ആക്സസ് ട്രോജൻ അഥവാ റാറ്റ്. ഈ 6 റാറ്റ് വകഭേദങ്ങളെ മിനി അപ്ഡേറ്റ്, മിനി ജങ്ക് V2 എന്നിങ്ങനെ 2 പുതിയ മാൽവെയറുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒരേ സമയം നടന്ന ചാരപ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ മാൽവെയർ ഉപയോഗിച്ചതെന്നും ഇവ വിന്യസിച്ച സമയക്രമം സൂചിപ്പിക്കുന്നത് കൃത്യമായി ഏകോപിപ്പിച്ച് 2 ഘട്ടങ്ങളായിട്ടുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നുവെന്നും യൂണിറ്റ് 42 വ്യക്തമാക്കുന്നു. ഇതിൽ കുറഞ്ഞത് ഒരെണ്ണം നിർമ്മിച്ചതും വിന്യസിച്ചതും കൃത്യമായ സമയനിർദ്ദേശങ്ങളോടെയായിരുന്നു. ആപ്പ് ഡൊമൈൻ മാനേജർ ഹൈജാക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണമായിരുന്നു ഇതിലേറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമെന്ന് യൂണിറ്റ് 42 പറയുന്നു. .NET ആപ്ലിക്കേഷനുകളുടെ പ്രാരംഭഘട്ടത്തെ സ്വാധീനിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഇതുവഴി ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഒരു ഔദ്യോഗിക കോൺഫിഗറേഷൻ ഫയലിലൂടെ നിർവീര്യമാക്കാൻ ഹാക്കർമാർക്ക് സാധിക്കുന്നു. വിശ്വാസ്യതയുള്ള ബ്രാൻഡുകളുടെയും തൊഴിൽ പ്ലാറ്റ്ഫോമുകളുടെയും വ്യാജ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങൾ നൽകി ആളുകളെ കബളിപ്പിച്ചായിരുന്നു രഹസ്യ വിവരങ്ങൾ ചോർത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ സാങ്കേതിക വിദഗ്ധരെ കെണിയിൽ വീഴ്ത്താനായി ഹാക്കർമാർ വ്യാജ ജോലി രേഖകളും ഒരു ഹയറിംഗ് പോർട്ടൽ ആർക്കൈവും ഉപയോഗിച്ചു. മറ്റൊരു സംഭവത്തിൽ ഒരു US എയർലൈൻ ആണെന്ന വ്യാജേനയാണ് ഹാക്കർമാർ പ്രത്യക്ഷപ്പെട്ടത്. 2022 മുതലെങ്കിലും സ്ക്രീനിംഗ് സർപ്പൻസ് സജീവമാണെന്നും തങ്ങളുടെ സമീപകാല പ്രവർത്തനങ്ങളിലൂടെ ഉയർന്ന സാങ്കേതിക ശേഷി അവർ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും യൂണിറ്റ് 42ന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ പശ്ചിമേഷ്യയിലെ പ്രാദേശിക കേന്ദ്രങ്ങളായിരുന്നു ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ പുതിയ സൈബർ ആക്രമണങ്ങൾ കൂടുതൽ മേഖലകളിലേക്കുള്ള ഇവരുടെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. അതേസമയം തങ്ങളുടെ പക്കലുള്ള ഡേറ്റ ഉപയോഗിച്ച് ഹാക്കർമാർ ലക്ഷ്യമിട്ട എണ്ണ, വാതക, വ്യോമയാന കമ്പനികളിൽ ഒന്നിൽ പോലും സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയതായി കരുതുന്നില്ലെന്ന് യൂണിറ്റ് 42ലെ അന്വേഷകർ CNN-നോട് വെളിപ്പെടുത്തി. എന്നാൽ ഈ സൈബർ ആക്രമണത്തിൽ ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിറ്റ് 42 വ്യക്തമാക്കുന്നു. എന്നാൽ ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല. വിദേശത്തുള്ള വിമതരെ നിരീക്ഷിക്കുന്നതിനായി ചില സന്ദർഭങ്ങളിൽ വിമാന കമ്പനികളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഹാക്കിംഗ് സംഘങ്ങൾ മുൻപ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരുന്നു. അതേസമയം ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ FBI വിസമ്മതിച്ചു. ഇറാന്റെ സൈബർ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിട സമുച്ചയം തങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാർച്ചിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ ആക്രമണത്തിൽ എത്ര ഇറാനിയൻ സൈബർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം വ്യക്തമല്ല.